ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ പിക്സൽ 9, പിക്സൽ 9 പ്രോ അല്ലെങ്കിൽ പിക്സൽ 9ൻ്റെ പ്രോ എക്സൽ നിങ്ങൾ പിക്സൽ ഡിവൈസ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ആൻഡ്രോയിഡ് 16ൻ്റെ നമ്മുടെ സ്റ്റേബിൾ അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ബീറ്റ പ്രോഗ്രാമിൽ ഞാൻ എൻറോൾ ഡിസേബിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എൻറോൾ ചെയ്തിരിക്കുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റേബിൾ ആൻഡ്രോയിഡ് 16ലേക്ക് അപ്ഡേറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ സ്റ്റേബിൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണോ? ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് പിക്സൽ 9 സീരീസുകൾക്ക് ബാറ്ററി ഇഷ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോർമലി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വന്നതിന് ശേഷം. പക്ഷേ നിങ്ങൾ ഈ ആൻഡ്രോയിഡ് 16ൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റിന് ശേഷം എനിക്ക് ശരിക്കും ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ലാഗി സംഭവമൊന്നുമല്ല, ഭയങ്കര സ്മൂത്താണ്. നിങ്ങൾക്ക് അറിയാം Tensorൻ്റെ G4 പ്രൊസസ്സറാണ് വരുന്നത്. പവർഫുൾ സംഭവങ്ങളൊന്നും അല്ലെങ്കിലും ഈ സാധനത്തിൻ്റെ ഉള്ളിൽ സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് ബഗ് ഫിക്സുകളും കാര്യങ്ങളൊക്കെ ഈ സാധനത്തിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് കറക്റ്റ് ഭയങ്കരമായിട്ട് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതിൽ ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് വേർഷൻ 16 ആണ്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി ഓപ്ഷൻ അപ്ഡേറ്റ് 5th ജൂണാണ് കേട്ടോ. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പിക്സൽ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പ്രത്യേകിച്ച് പിക്സൽ 9 യൂസേഴ്സ്, പിക്സൽ 9 സീരീസ് യൂസേഴ്സ് നിങ്ങൾക്ക് ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ഈ സാധനം ചെയ്യുമ്പോഴേ നമ്മുടെ ഈ എല്ലാ ആപ്സുകളും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാനും നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതൊരു മെയിൻ സംഭവമാണ്. അത് ഈ പിക്സലിന് മാത്രമല്ല എല്ലാ ഡിവൈസുകൾക്കും പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ പറയാൻ കാരണം ഇതിൻ്റെ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം രണ്ട് മെയിൻ സംഭവങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ മെയിനായിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് യൂസേജ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം. നമുക്ക് ഇത് 256 GB മോഡലാണ് മെയിനായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയത്, നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ ഈ സാധനത്തിൽ 37 GB, ഇപ്പോൾ ഇത് എൻ്റെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിപ്പോൾ എൻ്റെ 3 GB ഇമേജസ് കിടക്കുന്നുണ്ട്, 2 GB വീഡിയോസ് കിടക്കുന്നുണ്ട്, ഓഡിയോ 26 പോട്ടെ, ആപ്സ് 16 GB. മെയിൻലി 16 GB വരില്ലേ, ഞാൻ കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ റോം യൂസേജ് കുറഞ്ഞിട്ടുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് യൂസേജ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ പെർഫോമൻസ് ഉണ്ടല്ലോ, പിക്സ് എടുക്കുന്ന പെർഫോമൻസ് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ പോപ്പിയുടെ ഫോട്ടോ ആണ് കണ്ടു. അവൻ്റെ ഈ ഫോട്ടോ ഞാൻ എടുത്തതിൻ്റെ ഇത് ഒന്നാമത് 2x എടുത്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കി കണ്ട, നല്ല ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ആൻഡ്രോയിഡ് 16ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയും, ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, റിയർ ക്യാമറാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇതിലാകെയുള്ളത് ടെലിഫോട്ടോ ലെൻസ് ഇല്ല, അത് പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ. അതൊരു മെയിൻ ഡ്രോബാക്ക് ആണെന്ന് വെച്ചാൽ ഈ പ്രൈസിന് നമുക്ക് ഈ ആപ്പിൾ തുടങ്ങിയ ഒരു ഉടായ്പ പരിപാടിയാണ്. ഈ സാംസങ് ഭാഗ്യം അത് ഫോളോ ചെയ്തിട്ടില്ല, പിക്സൽ അത് ഫോളോ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എനിക്ക് സെൽഫി ക്യാമറ ഫോട്ടോസൊക്കെ കിടലാൻ തന്നെയാണ്, പക്ഷേ അതിൽ മെഗാ പിക്സൽ കുറവാണ്. അതാണ് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അത് പ്രോ സീരീസിൽ മാത്രമാണ് അതൊരു മാറ്റിക്കുന്നത്. ഈ സാധനത്തിൽ പണ്ടത്തെ 10.2 മെഗാ പിക്സലിൻ്റെ സാധനം തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫോട്ടോസൊക്കെ നല്ലതാണ്. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഞാനിപ്പോൾ ഒരു സെൽഫി ക്യാമറ ഓണാക്കി. ഇതിപ്പോൾ നമ്മുടെ ആകെ ഒരു സ്റ്റുഡിയോ ലൈറ്റ് മാത്രമേ ഞെട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര പിന്നെ ഫാസ്റ്റാണ്, പ്രോസസ്സിങ് അത്യാവശ്യം ഫാസ്റ്റാണ്. പണ്ടത്തെ പോലെ അങ്ങനെ കുറച്ച് ടൈം എടുക്കാറില്ല ഇവരുടെ, പ്രത്യേകിച്ച് പിക്സൽ എല്ലാത്ത ഡിവൈസിലുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു പ്രോസസ്സിങ് ടൈം വരുന്നത് അത് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട ഫോട്ടോയുടെ ക്വാളിറ്റി കണ്ട, ഫോട്ടോ എടുക്കാൻ ഒക്കെ നല്ലതാണ്, പക്ഷേ മെഗാ പിക്സൽ കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും. അതാണ് മെയിനായിട്ട് ഈ പിക്സൽ 9 സീരീസിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഓവറോൾ ഒരു ബെറ്റർ ഡിവൈസ് എന്ന് പറയാം. 75,000 രൂപ ഒരു ഓവർ പ്രൈസ്ഡ് ആണ്. നമ്മുടെ എന്താ പറയുക, എന്തായാലും നമ്മുടെ iPhone 16 15 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ നോർമൽ ഈ സാധനം ഈ റേഞ്ചിൽ തന്നെയാണെന്നായിരുന്നല്ലോ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനായിട്ടും കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും സാധനം ഓവർ പ്രൈസ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓഫർ അടക്കം HDFC കാർഡിന് ഒരു 7,000 രൂപ 5,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു 69,999 രൂപയ്ക്കോ അല്ലെങ്കിൽ 68,000 രൂപയ്ക്കോ സാധനം കയ്യിൽ കിട്ടും. ഇത് ആക്ച്വലി നമുക്ക് റിലയൻസിൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ക്രോമയിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി പിക്സലിൻ്റെ ഒഫീഷ്യൽ ഓൺലൈൻ സ്റ്റോറും ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പിന്നെ എവിടെയാണുള്ളത്, പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ ക്രോമയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നത് 2 ഒരു പീസ് ഓൾറെഡി സെയിലായി. ഇപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഇൻക്ലൂഡിങ് സ്പീക്കറിൻ്റെ കേസും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1,500 രൂപയുടെ സ്പീക്കറിൻ്റെ കേസാണ്. ഇത് കണ്ടു, എവിടെ ബ്രാൻഡിങ് എവിടെ, ബ്രാൻഡ് സ്പീക്കറിൻ്റെ കേസാണ് ഇത്.
ബാക്ക് ട്രാൻസ്പെറൻറ്റ്, ഇവിടെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മോഡലാണ്. അപ്പോൾ ക്യാമറ ബമ്മിനൊക്കെ പ്രൊട്ടക്ഷൻ വരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ സ്പീക്കറിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. സ്ക്രീൻ ഗാർഡ് ചെറിയ ഇവിടെ ഒരു പണി കിട്ടി. അതവിടെ ഞാനത് ഒട്ടിച്ച സമയത്ത് ഇവിടെ ഒരു മടങ്ങൽ വന്നു, അപ്പോൾ അവിടെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒട്ടിച്ചു തരാം. വേറെ സ്പീക്കർ ഞാൻ നോർമലി ഇത് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഒട്ടിക്കാറ്. ഇപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ ഒട്ടിക്കുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് കർവ് സ്ക്രീനാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഈ സാംസങ് S23 അൾട്രയ്ക്ക് ആണെങ്കിൽ. പിന്നെ S200 Pro ആണെങ്കിൽ നമുക്ക് ഇൻബിൽഡ് ഓൾറെഡി വരുന്നുണ്ട്. അത് പക്ഷേ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ആവുന്നുണ്ട്. ഞാൻ അപ്പോൾ അതിന് മാറ്റി ഒട്ടിക്കാൻ പോവാണ്. എന്നുവെച്ചാൽ അതും അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക മൈൽഡ് യൂസേജ് ഒക്കെ ഉള്ളൂ. എന്നിട്ട് പോലും ഇതുമേ ഈ ഇൻബിൽഡായിട്ട് വരുന്ന സ്ക്രീൻ ഗാർഡ് ഭയങ്കര മോശം തന്നെയാണെങ്കിലും പിന്നെ ഒന്നുമില്ലാതെ രണ്ടും ഭേദമാണല്ലോ. ഈ സാംസങ്ങോ പിക്സലോ ഐഫോണൊന്നും ഒന്നും തരുന്നില്ല. അപ്പോൾ അതിനായിട്ടൊക്കെ ബെറ്ററാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് 16 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പിക്സൽ യൂസേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ല അപ്ഡേറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ഓൾറെഡി നമ്മുടെ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് 700 MB ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അല്ലാത്ത പക്ഷം ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം 1 GB മുകളിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് വേറെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്, ഇൻക്ലൂഡിങ് ജൂണിലത്തെ സെക്യൂരിറ്റി പാച്ച് കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ അർച്ചൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കണ്ട, കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം. ബൈ.